സെപ്സിസ് എന്ന് വെച്ചാൽ എന്താണ്? കൂടുതലും ഈ ക്രിട്ടിക്കൽ കെയർ ICUവിൽ വരുന്ന നല്ലൊരു ശതമാനം രോഗികളും സെപ്സിസ് ബാധിതരായിരിക്കും. ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇൻഫെക്ഷൻ എന്നുള്ളത്, ഇൻഫെക്ഷനും സെപ്സിസും തമ്മിലുള്ള എന്താണ് അവർ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം? ഇപ്പോൾ നമുക്ക് കയ്യിലോ കാലിലോ ഒരു മുറിവ് വന്നു, അല്ലെങ്കിൽ ലങ്സിൽ ഒരു ന്യൂമോണിയ വന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവയവത്തിൽ ചെറിയൊരു ഇൻഫെക്ഷൻ വരുമ്പം അത് ആ ഒരു ഭാഗത്തേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഇൻഫെക്ഷൻ ആയിരിക്കും. പക്ഷേ അത് ക്രമാതീതമായി ഇൻഫെക്ഷൻ വർദ്ധിക്കുകയും ബ്ലഡിലേക്ക് കടക്കുകയും മറ്റ് അവയവങ്ങളെ ബാധിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് സെപ്സിസ് എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ മാത്രമല്ല, ഇൻഫെക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ശരീരം അതിനെതിരെ പ്രതിരോധിക്കും, നമ്മുടെ ഇമ്മ്യൂണിറ്റി അതിനെതിരെ പ്രവർത്തിക്കും. ഈ സെപ്സിസ് എന്ന് പറയുന്ന അവസ്ഥ വരുമ്പോഴേക്കും ഈ നമ്മുടെ തന്നെ ഇമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനവും താളം തെറ്റും. ഇങ്ങനെ വരുമ്പോഴാണ് ഇൻഫെക്ഷൻ കൈവിട്ടു പോവുകയും പല പല അവയവങ്ങളെ ബാധിക്കുകയും ഇൻഫെക്ഷൻ കാരണം വെന്റിലേറ്ററിലേക്ക് ആകേണ്ട അവസ്ഥ വരികയും BP കുറയുകയും ഒക്കെ ചെയ്യുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ലോകത്ത് നടക്കുന്ന മുഴുവൻ മരണങ്ങളും എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏകദേശം 20% മുകളിലാണ് ഈ സെപ്സിസ് കാരണം ഉണ്ടാകുന്ന മരണനിരക്ക്. ഇതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ എങ്ങനെ പരിചരിക്കാം? ഒന്ന്, ഇൻഫെക്ഷൻ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ്, ആൻറ്റിബയോട്ടിക് എങ്കിൽ ആൻറ്റിബയോട്ടിക്, വേണ്ട ഇത് ചികിത്സിക്കുക. പിന്നെ സെപ്സിസ് ബാധിതനാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു രോഗിക്ക് ഒരു ക്രിട്ടിക്കൽ കെയർ ICU അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ ടീമിൻ്റെ പരിചരണം ആവശ്യമാണ്. കാരണം ഈ പല അവയവങ്ങളെ ഇത് ബാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ അവയവങ്ങൾക്കും ഉള്ള ചികിത്സ നൽകിക്കൊണ്ട്, ചികിത്സ ഏകോപിപ്പിച്ചുകൊണ്ട് പോകാൻ തീർച്ചയായിട്ടും ഒരു ക്രിട്ടിക്കൽ കെയർ ICU തന്നെ വേണ്ടി വരും.